രവിയേ, എനക്കൊരു ചായ എടുത്തോ. എന്തൊക്കെയുണ്ട് പൊതുവാളെ വിശേഷങ്ങൾ? കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കുഴപ്പമാണെന്നാണല്ലോ കേൾക്കണത്. അതൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ കളിയല്ലടൂ. പണിയെടുത്ത് ജീവിക്കണം, നമ്മക്കല്ല ഏടാന്ന് മാത്രം അതിന് നേരവും. രാഷ്ട്ര സുഖന്നല്ലേ? ആ സുഖം. എന്റെ മംഗലം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. നമുക്ക് അതിന്റെ കോളൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. അതിനെന്താ പൊതുവളെ, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? നമുക്ക് കൂടാം. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഇന്ന് രാത്രി പാട്ടും കുത്തുമായൊന്ന് തകർക്കണം. അതിനെന്താടോ, തകർക്കാലോ. അപ്പം ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. ആ നാരായണൻ്റെ വീട്ടിലൊന്ന് കയറണം. ആടെ കുറച്ച് പാത്രം കൊടുക്കാനുണ്ട്. ശരി, ചെല്ല്. കുറച്ച് പൈസ കുറവുണ്ട്. അടുത്ത തവണ വരുമ്പോ ആയിരൊന്നുമില്ലപ്പാ. നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ? ഒന്ന് പിടിച്ചേ. ആ വാസുവിന്റെ വീട്ടിലൊന്ന് കയറണം. വാസു, വാസുവേ. വാസുവേട്ടനില്ലല്ലോ, പുൽപ്പള്ളി പോയതാ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമോക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോൾ പറഞ്ഞേന്. പിന്നെതാ നിങ്ങ പറഞ്ഞ ഉരുളി. പൊതുവാട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ. മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ. പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നൊന്നെല്ലാം തുടങ്ങിയാണ് വാസുവായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ. നിങ്ങളെ മുഖത്തെന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന. ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ, തല വെട്ടിപ്പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്. നമുക്കത് നോക്കിയാലോ? ചീരോമുളകിൻ്റെ ചെടിയുണ്ട് ഇവിടെ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടെയാന്ന് അമ്മി? അതേരിക്കണ്. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാളെ പൊയ്ക്കോളൂ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ. ഞാൻ അരച്ച് നെറ്റിയിലിട്ടോളാം. ഇതൊന്ന് നെറ്റിയുമ്പോൾ പുരട്ടിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പുരട്ടിത്തരാം. മടിക്കണ്ടെന്ന്. തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. ആ മരുന്ന് പുരട്ടിയിട്ടില്ല.
2 ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതാ. എന്തൊരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇതിലേ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരം നുള്ളുന്നത് കണ്ടതാ. ചിലരെ വേഗം വിളിക്കും, ചിലരെ എത്രയായാലും വിളിക്കില്ല. ചുടുന്നു തന്നെയാണ് നല്ലത്. രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങുമോ? അത് നേരാണ്. കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ. വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോറുമ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് വേണ്ടായിരുന്നു. ഞാൻ നാളെ കൃഷി ഓഫീസിലേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചായ ചായയൊന്നും വേണ്ടായിരുന്നു. അനസൂയമൊക്കെ സുഖം തന്നെയല്ലയോ? രോഗിയും വൃദ്ധയുമായ അമ്മ നാട്ടിൽ തനിച്ചാണല്ലോ എന്ന ചിന്ത അവിടെ എന്നെ അധിക കാലമൊന്നും തങ്ങാൻ അനുവദിച്ചില്ല. ഞാൻ വീണ്ടും നാട്ടിലെത്തി. ചേട്ടന്മാരെ, ചേച്ചിമാരെ, പ്രശസ്ത ജർമ്മൻ ഹോമിയോ ഡോക്ടർ എഡ്വിൻ ഫെർണാഡിന്റെ മരുന്നുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിത്യജീവിതത്തിൽ നമുക്കെല്ലാം പലതരം അസുഖങ്ങളുണ്ടാവും. ഉദാഹരണമായി ഇടയ്ക്കിടെ നെറ്റി വേർക്കാറുണ്ടല്ലേ? ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇടംവശം ചരിഞ്ഞു കിടക്കാനാണല്ലോ ഇഷ്ടം. എങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടിയോടാറുണ്ടോ? ഇത് പരീക്ഷിച്ചു നോക്കൂ. ഹോമിയോ ഗുളികയുടെ വലിപ്പക്കുറവ് പോലെ തന്നെ അവിശ്വസനീയമാണ് അതിന്റെ വിലക്കുറവും. സുമിത്രച്ചി, സുമിത്രച്ചി, സുമിത്രച്ചി. ആ, നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീ ഇങ്ങോട്ട് കയറുന്നത് അവരാരെങ്കിലും കണ്ടോ? കണ്ടില്ലെന്നാ തോന്നണേ. പക്ഷെ അവന്മാരെല്ലാ വീടുകളും കയറി എനിക്ക് തരയുന്നുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. വാ, അടുക്കളയിൽ ചോറും കൂട്ടാൻ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. കഴിച്ചിട്ട് പത്തായപ്പുരയിൽ പോയിരിക്കെ. അവന്മാര് വന്നാ ഞാൻ നോക്കിക്കോളാം. നിനക്ക് പോലെ അങ്ങോട്ട് കൊടുക്കും. അതെ, എനിക്കൊരു 150 ഉറുപ്പ്യ വേണമായിരുന്നു. കടായിട്ട് മതി. എടുത്തോ. ഇത് നിനക്ക് വേണ്ടി തന്നെ അല്ലേ, അല്ലാതെ നാട്ടുകാരെ സഹായിക്കാനൊന്നും അല്ലല്ലോ. ഏയ് അല്ല, പോട്ടെ. വലിയ സഹായമായി ചേച്ചി. മാധവി ചെല്ല്, പോയി കാര്യം നടത്ത്. നീ എന്തിനാ മണ്ണാത്തി മാധവിയോട് സംസാരിക്കുന്ന? അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ.